ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറെക്കുറെ വീഡിയോയിലൊന്നും ഞാനങ്ങനെ പറയാറില്ല, ഇന്ന് പറയാത്ത വീഡിയോകളും ഇല്ല കേട്ടോ. ചില വീഡിയോയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പറയാതിരിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാ വീഡിയോസിലും അങ്ങനെ പറയാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്, അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചേമ്പക്കിഴങ്ങ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് വീണ്ടും കഴുകി കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് തിളയ്ക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി നന്നായി തന്നെ വെന്ത് വരണം. ആ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം കേട്ടോ, പിന്നെ കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചിട്ട് വരിക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേമ്പുകിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചേമ്പുകിഴങ്ങ് 2 തിളയ്ക്കുമ്പോഴേക്കും തന്നെ നല്ല മൈ പോലെ വെന്ത് കിട്ടും കേട്ടോ. ആ വെന്ത ചേമ്പുകിഴങ്ങിലേക്ക് നമ്മൾ അരച്ചിട്ട് വന്നിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തൈരെടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, കട്ടകളൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരിക്കലും നമ്മുടെ മോര് കൂട്ടൻ അതുപോലെ മോര് കാച്ചിയത് ഇതെല്ലാം ചെയ്യുമ്പോൾ തിളപ്പിക്കരുത്. നല്ലപോലെ കടുക്കനെ ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്താണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ എരിവ് കുറവായ കാരണം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തന്നെ ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം ഞാനൊന്ന് ഓഫ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ താളിപ്പാണ് ഇത്. ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മോര് കൂട്ടാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ചേർത്ത് കൊടുത്തു, വെന്തയം ചേർത്ത് കൊടുത്തു കേട്ടോ. മോര് കൂട്ടാൻ പുളിയിൽ ഐറ്റംസ് ഇതിലൊക്കെ നമ്മൾ വെന്തയം ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മോരുമുളകോ അല്ലെങ്കിൽ പുളിയിലിട്ടിട്ട് ഉണക്കിയെടുക്കുന്ന നമ്മുടെ പച്ചമുളകില്ലേ, അതുകൂടെ ചേർത്തിട്ട് കടുക് വറുത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മോര് കൂട്ടാനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയിലിട്ടിട്ട് ഉണക്കിയെടുത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചേമ്പും കിഴങ്ങ് വെച്ചിട്ടുള്ള മോരുകൂട്ടാൻ. പിന്നെ നമ്മളിതിലൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. ചിട്ടയായ ജീവിതശൈലിക്കും സന്തോഷമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്, ഒരുപാട് വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നും എന്തൊക്കെയാണ് ആവശ്യമുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി പറയാം കേട്ടോ. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ നമുക്ക് അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് വേണമെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓർഡറില്ലാണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെന്താ പറയുക, ഒഴുകി വരുന്ന ഒരു പുഴ പോലെയാണ് കേട്ടോ. അതായത് അത് ചിലപ്പോൾ ആർത്തുലച്ച് വരും, ചിലപ്പോൾ അത് ഭയങ്കര ശാന്തമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാൽ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ജീവിതത്തിൽ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചെറിയ കണക്ക് കൂട്ടലും പ്ലാനിങ്ങും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല സുന്ദരമായിട്ടും സ്മൂത്തായിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു ഓർഡറോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങളാണ്
പറയുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വീഡിയോസിലും നമ്മൾ എന്ത് പറയുന്നതും അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും കേട്ടോ. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്, നമ്മളും കൂടെ ചെയ്ത് നമുക്കും കൂടെ അതിൻ്റെ റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് നേരത്തെ എണീക്കുക എന്നതാണ് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും നേരത്തെ എണീക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഒരാഴ്ച എന്ത് തടസ്സം വന്നാലും മുടങ്ങാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. നേരത്തെ എണീക്കാൻ പറയുന്നതിൻ്റെ കാര്യം തന്നെ, നേരത്തെ എണീറ്റാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ 1000 മാറ്റങ്ങൾ വന്നു ചേരും കേട്ടോ. ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 1000 മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താനേ വന്നു ചേരുന്നതായിരിക്കും. നേരെ എണീക്കുന്നത് ഒരുപാട് പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഈ നേരത്തെ എണീക്കുക, അതുപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുക, ഇതെല്ലാം ഒരു പോസിറ്റീവിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ എണീക്കുന്നത്, കുളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പല വീഡിയോസിലായി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ടിപ്സ്, രാവിലെ നേരത്തെ എണീച്ചതിന് ശേഷം നമ്മൾ കുളിക്കുക, അതുപോലെ പ്രാർത്ഥന, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം കേട്ടോ. ചില സമയങ്ങളിൽ നമുക്കിതിനൊന്നും സാധിച്ചൊന്നും വരില്ല. നമുക്കും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ മാനസികമായിട്ടുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളിത് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത് കേട്ടോ. അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് വീണ്ടും ബാധിക്കും. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്കുള്ളതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ റിലാക്സ് ആകാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ രാവിലെ എണീറ്റ സാധാരണ പല്ല് തേക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമല്ലോ. ഇന്ന പോലെ തന്നെ അതിലും കൂടുതൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോർമലായിരിക്കുമ്പോൾ ചെയ്യുന്നു. നോർമൽ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വിഷമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ, അതിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടക്കം വരാതെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ എല്ലാ സമയത്തും ചെയ്യണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ടിപ്സ്, വ്യായാമം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തുകൊണ്ടും പോസിറ്റീവായിരിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. വ്യായാമം ചെയ്യാൻ ഞാൻ ആദ്യമൊക്കെ നല്ലപോലെ നമ്മൾ ഒരു അരമണിക്കൂർ നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു. ഇപ്പം ഞാനതൊന്ന് കുറച്ച് പിന്നാക്കമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ആ ഒരു ശീലം കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടുത്തണം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ചെയ്യാത്തവർ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എണീറ്റ ഉടനെ വെള്ളമെല്ലാം കുടിക്കുമല്ലോ. വെള്ളമെല്ലാം പല്ല് തേപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഏകദേശം പണിയെല്ലാം ആയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴേക്കും തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമ്മളൊരു 4 മണി 5 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ളിൽ കുറച്ചധികം വെള്ളം കുടിച്ചിരിക്കണം. എന്താ പറയുക, വെള്ളം കുടിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് അസിഡിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തടയാൻ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അത്ര നേരത്തെ എണീറ്റിട്ട് ചായയും കുടിച്ച് വെള്ളവും കുടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അസിഡിറ്റിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ വെള്ളം എത്രത്തോളം കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അതുപോലെ കൃത്യസമയത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് പറയുന്നത് 5ാമത്തെ ടിപ്സാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇറച്ചി, മീൻ, ഇലവർഗ്ഗങ്ങൾ എന്നീ സാധനങ്ങളൊക്കെ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം. ആദ്യമൊക്കെ നമുക്കത് കുറച്ച് കറക്റ്റാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മാക്സിമം നമ്മൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി 6ാമത്തെ ടിപ്സ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല പ്രോട്ടീൻ, അതുപോലെ കാൽസ്യം,
അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം കേട്ടോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് സാലഡ് ആക്കിയിട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോണൊക്കെ വാങ്ങുക, അതുപോലെ വെള്ളരിക്ക, അതുപോലെ തന്നെ നമ്മുടെ കടല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ സാലഡ് ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് സാലഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ സാധാരണക്കാർക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ സ്നാക്സ്, അതുപോലെ നമ്മൾ മറ്റ് സ്നാക്സ് എന്ന് പറയുമ്പോൾ എണ്ണയിൽ വറുത്ത് പൊരിച്ച മിച്ചർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണക്കാർക്ക് ഇതൊക്കെ വാങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ പയർ, കടല അതൊക്കെ വാങ്ങാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒരു കുഞ്ഞ് സാലഡാക്കിയിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ചീര, മുരിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഫ്രൂട്ട്സ് വാങ്ങാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറികൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. അതുപോലെ കോഴിമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും അളവ് അധികമാകാതെ പാകം പോലെ കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാടനായിട്ട് കിട്ടുന്ന നമ്മുടെ എന്താ പറയുക, വാഴപ്പിണ്ടി, അതുപോലെ കൂമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് നാടനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഏഴാമത്തെ ടിപ്സാണ്. നമ്മൾ സ്ത്രീകൾക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ പറയുന്നത് PCOD പോലുള്ള കാര്യങ്ങൾക്ക് നേരത്തെ എണീക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കുക. PCOD ഉള്ളവരൊക്കെ നിറയെ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. അതും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഉന്മേഷം ഉണ്ടാകും ജോലി ചെയ്യാനും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നടക്കുമ്പോൾ, അതുപോലെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതും ഒരു കുഞ്ഞു വ്യായാമം തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ നമ്മൾ പറയുന്ന എട്ടാമത്തെ ടിപ്സാണ്, നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കിടന്ന് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ജോലിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ ഈ ഉച്ച സമയത്ത് കിടന്നുറങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ എങ്കിലും നമ്മൾ കിട്ടുന്ന സമയത്ത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇനി 9ാമത്തെ ടിപ്സാണ്, സ്വീറ്റ്സ്, സ്നാക്സ് എന്നിവ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചായ, കാപ്പി എന്നിങ്ങനെ സാധനങ്ങളുടെ ഉപയോഗവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഈ സ്വീറ്റ്സും സ്നാക്സൊക്കെ ശരീരത്തിന് വളരെ നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് ടിപ്സ് 10ാമത്തെയാണ് കേട്ടോ. രാത്രി 7 മണി 7:30ക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ 6 മണിക്ക് കഴിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ആ സമയത്ത് നമുക്ക് പറ്റിയെന്ന് വരില്ല. മാക്സിമം ഒരു 7:30ക്കുള്ളിലെങ്കിലും നമ്മൾ രാത്രിയത്തെ ഭക്ഷണം കഴിച്ച് അടുക്കള ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും രാത്രിയത്തെ ഭക്ഷണം വളരെ നേരത്തെ ആക്കണം. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പറ്റൂ കേട്ടോ. അതാണ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ 11ാമത്തെ പോയിൻ്റാണ് പറയുന്നത്, രാത്രി വളരെ നേരത്തെ തന്നെ ഉറങ്ങാൻ കൂടെ ശ്രദ്ധിക്കണം. മാക്സിമം ഒരു 9:30 ആ സമയത്തിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ വളരെ ഫ്രഷായിട്ട് നമുക്ക് എണീക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 11 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, ചിട്ടയായ ജീവിതത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.